ഫോണിൻ്റെ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി, ക്ഷമിച്ച് ബേക്കു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ KSRTC അപ്സയ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ആചാരം. ചേച്ചി ഭയങ്കര വായത്താലൊക്കെ പറഞ്ഞു ഞാൻ, പക്ഷെ പേജ് നോക്കിക്കഴിഞ്ഞപ്പം ചേച്ചി സൈലന്റ് ആക്കിയിട്ട് പോയി. സൈലന്റ് അല്ല, ഫോണാണ് ഞാൻ സൈലന്റ് ആക്കേണ്ടത്, പ്രൈവറ്റ് ആക്കിയിട്ട് പോയി. ഒരു വള്ളി ഒപ്പിച്ച അത് നട്ടലോടെ നിന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനാ കൊച്ചി ഈ പണിക്കൊക്കെ നിൽക്കുന്നത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലേ കൊച്ചിനെ? ഇതൊന്നും പറഞ്ഞുതരാൻ വീട്ടിൽ അമ്മ അച്ഛനൊന്നും ഇല്ലേ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ട്, ടാലൻസ് ഉണ്ട്. എന്തിനാണ് ഈ പാവപ്പെട്ട ആണുങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കാനും അല്ലെങ്കിൽ വലിയൊരു സംഭവം ആവാൻ നോക്കുന്നത്? ഇനി നല്ലൊരു ജീവിതം കിട്ടും. കൊട്ടാരക്കരയിലാണ്, കൊല്ലം KSRTC ബസ്സിൽ ചേച്ചി ഭയങ്കര കഷ്ടപ്പെട്ട് കൈയൊക്കെ തൂങ്ങി പിടിച്ചിട്ട് സൈഡിൽ കൂടെയാണ് ഫോൺ നോക്കുന്നത്. ആൻഡ് ഈ ചേച്ചിക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് പ്രശ്നക്കാരെന്ന് ഈ ചേച്ചി പറയുന്നത് അയാളുടെ ഫേസ് ബ്ലർ ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുന്ന കാര്യമാണോ? അയാളുടെ ഫേസ് സൊസൈറ്റിയുടെ മുന്നോട്ട് കൊണ്ടുവരാനല്ലേ നോക്കുള്ളൂ. ചേച്ചിക്ക് അവിടെ തൊട്ടേ പണി പാളി. ഫേസ് ബ്ലർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് അങ്ങനെ ഒരു റോങ് ആക്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫേസ് ബ്ലർ ചെയ്തിട്ട് ഈ ഒരു പരിപാടി കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആൻഡ് ഈ ചേച്ചി പറയുന്നുണ്ട് അയാളുടെ കുടുംബത്തിനെ പറ്റി ആലോചിച്ചിട്ടൊക്കെ അത് എന്താണ് അത്? നമുക്കെതിരെ റോങ് ആക്ട് നടത്തിയ ഒരുത്തന്റെ കുടുംബവും ചാരിത്രവും പാരമ്പര്യവും ജാതകമൊക്കെ നോക്കേണ്ട കാര്യം എന്തല്ലോ? ഇത് അങ്ങോട്ട് റിയാക്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ? ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള വായ്ത്താളം ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതൊക്കെ യുനോ എപ്പോഴാ എന്നുള്ളൊരു അവസ്ഥയാണ്. ബസ്സിൽ നടന്ന സംഭവത്തിന്റെ വീഡിയോക്കുള്ള പ്രതികരണങ്ങൾക്ക് മറുപടിയായി അപ്സ റജി ചെയ്ത കാര്യങ്ങളിൽ വളരെ വ്യക്തതയുണ്ടെന്നും അറിയിച്ചു. ഹായ്, ഞാൻ അപ്സ റജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ്. ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലെന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. ഹായ്, ഞാൻ അപ്സ റജി. 20,000 രൂപ അങ്ങോട്ട് തരാം. എനിക്ക് ഒന്നായിട്ടൊന്നുമല്ല, ഞാൻ വല്ല പണയം വെച്ച് തരാം. ഞാൻ മാനം എടുത്തു നാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ താൻ കണ്ടുപിടിച്ച താനായിട്ട് പറഞ്ഞ ഒരാളെ ഞാൻ എന്തിനാ കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? അതേപോലെ തന്നെ അയാളുടെ ഫേസ് ബ്ലർ ആണ്, ഒരു ഡീറ്റെയിൽസും താൻ അയാളെ പറ്റി തന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ തന്നെ കയറി പിടിച്ചു എന്ന് താൻ പറയപ്പെടുന്ന ആളെ കണ്ടുപിടിക്കാന്നുള്ളത്? ഒരിക്കലും ഇല്ല. അയാൾ ഒരു പോക്കൃത്തരം ചെയ്തിട്ടില്ല, താനാണ് പോക്കൃത്തരം ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, അവിടെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ കയ്യിൽ ഒരു ഡെപ്പോ ഫോൺ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്റെ പൊന്നുമോളെ, അഴിയണ്ണന്റെ പരിപാടിയാണ് ചെയ്തു വച്ചിരിക്കുന്നത്. എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വോയിസ് യുവർ റേസ് ഗൈസ് മാൻ, ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോ CCTVയുടെ ഇത് അങ്ങനെ പല കേസസും നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം എടുത്ത് അകത്തിടും, കുറച്ച് കഴിയുമ്പോഴാണ് എന്തെങ്കിലും ഒരു തുമ്പോ നൂലോ കിട്ടിയിട്ട് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരാൻ പറ്റാത്ത ഇപ്പോഴും ഒരുപാട് ആണുങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കാക്കുക. അതേപോലെ തന്നെ ലൈക്ക് വോയിസ് റേസ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ വോയിസ് റേസ് ചെയ്യുക. കാരണം സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇവിടെ ലോ ഇല്ല, മനുഷ്യന്മാർക്കാണ് ഇവിടെ ലോ, മനസ്സിലായോ? പെണ്ണ് എന്ത് പറഞ്ഞാലും തൂക്കി ആണെടുത്ത് അകത്തിടാന്ന് പറയുന്ന പരിപാടി നടക്കണല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും നടക്കുമ്പോൾ ലീഗലി എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ക്രോസ് ചെക്ക് ചെയ്യാതെ നേരെ പോയി തൂക്കിയെടുത്ത് അകത്തിട്ട് അവനെ ചവിട്ടി കൂട്ടുന്നല്ല, പ്രൂഫ് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്യുക. ആൻഡ് പുരുഷന്മാരോട് എനിക്ക് ഒന്നും കൂടി വൺസ് അഗൈൻ പറയാനുള്ളൂ, നിങ്ങൾ എന്നെ കാത്തോളാം. ലൈക്ക് ഈ ഒരു കള്ളൻ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഹുഡപ്പ് ആയതിനൊക്കെ ആ പേര് എന്നും ഒന്നും ഉണ്ടാവും. അപ്പൊ അത് മാറ്റിയെടുക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണം. നമസ്കാരം ഗൈസ്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ നമ്മുടെ അപ്സ KSRTക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. DGPക്ക് വളരെയധികം സന്തോഷം. എന്തുകൊണ്ടാണെങ്കിലും ലേറ്റ് ആയി പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇങ്ങനെ ആ 8ന്റെ പണി കൊടുക്കാറുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് ടാഗ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗ്സ് അല്ല കേട്ടോ, ടാഗ് അമ്മയാണ്, അനിയത്തിയാണ്, ചേച്ചിയാണ്, വൈഫാണ്, തീയാണ്. അബല എന്നുള്ളതൊക്കെ മാറി, അബലയൊന്നും അല്ല, തീയാണ്. ഓക്കെ, ആ തീ നല്ല രീതിക്കുള്ള തീയുണ്ട്, കാട്ടുതീയുണ്ട്. ഒരു കാട്ടുതീയെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ അപ്സ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ കൊടുത്തിട്ട് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എന്നാലും ഞാൻ ഒരു റിമൈൻഡർ പോലെ കൊടുക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് ആ മനുഷ്യന് അറിഞ്ഞിട്ട് പോലും ഒരുപാട് വായ്ത്താൽ അടിക്കുന്നുണ്ട്. വൈറലാവാൻ നോക്കിയതാണ്, പ്രതീക്ഷയേക്കാൾ കൂടുതൽ വൈറലായി. ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് അവർ സംസാരിക്കുന്നത്. സ്ത്രീയെ പല ടാക്സും കൊടുത്തിട്ട് കാണുന്നുണ്ട്, പക്ഷെ പുരുഷൻ എന്ന് പറയുന്ന ആളെ മനുഷ്യനായിട്ടൊന്ന് കണ്ടാൽ മതി. ഓക്കെ, ഇതിനകത്ത് സ്ത്രീയും പുരുഷനും തെറ്റ് ചെയ്യുന്ന അവസാനം പുരുഷന്റെ തലയ്ക്ക് മാത്രം വരുന്നു. കാരണം സ്ത്രീക്ക് പൊതുവെ ലോയില് സ്ത്രീയെ ഒരു സംഭവമായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും പല പുരുഷന്മാരുടെ ലൈഫും ഇതേപോലെ തേച്ചൂട്ടിക്കുന്നുണ്ട്. ആൻഡ് മോർ ഓഫ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ കുട്ടി പറയുന്നുണ്ട് ലൈക്ക് 20,000 രൂപ തരാം ആ കുട്ടിയെ ഇയാളെ കണ്ടുപിടിച്ചു തരും, അതേപോലെ ഇയാൾ എന്ത് ഇത്ര ആളുടെ കംപ്ലൈന്റ് കൊടുക്കാത്ത. ആ മനുഷ്യന്റെ ഒരു പെട്ടി ഫോൺ ഉണ്ടെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ എത്ര വാചാലനല്ല, അഥവാ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ മനുഷ്യന്റെ കഥ പോയിട്ടുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ മനസ്സാ വാച അറിയാത്ത ഒരു കാര്യമാണ്. അപ്പൊ എന്തിനാണ് ചില സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്കെതിരെ കൊടുത്താൽ എടുത്ത് തൂക്കിയിടുമ്പോ നീ ഒരു ലേഡിയാണ്, നീ ഒരു പെണ്ണാണ്, നീ ഒരു ഫയൽ കൊടുത്താണ്ടല്ലോ അവനകത്താണ്. ജെനുവിൻ കേസസ് ഉണ്ട് കേട്ടോ. ചില പുരുഷന്മാർ ഇവനെയൊക്കെ എടുത്തിട്ട് അടിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ചില കേസസിൽ സ്ത്രീകളെ നമ്മൾ തൂക്കി എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അൺനെസസറി സ്ത്രീകളെ കൊടുക്കുന്ന പുരുഷന്മാരെയും അൺനെസസറി പുരുഷന്മാരെ കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇവിടെ ശക്തമായ നിയമം വരണം. ഇതിപ്പോ ഈ കേസ് കൊടുത്തത് ഇത്രയായിട്ടും എന്താണ് ലീഗലി ഒരു സംഭവം അനങ്ങാഞ്ഞെന്നുള്ളതിൽ എനിക്ക് വളരെയധികം ഡൗട്ട് ഉണ്ട്. അപ്പോ ഒരു ഇത്രയും വിശാല ഹൃദയം, അതായത് വൈറലാവാൻ വേണം, എന്നാൽ ഈ പുരുഷന്റെ ഫേസ് ബ്ലർ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ബ്ലർ ആക്കേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോ വെറുതെ എന്താ പറയാ, ഞാനൊരു സ്ത്രീയാണ് എനിക്ക് എന്തും ചെയ്യാം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രശ്നമില്ലാതെ റിയാക്ട് ചെയ്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനി പോകെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പ്രശ്നം പറഞ്ഞു വരുമ്പോൾ അത് അവള് വ്യൂസിന് വേണ്ടിയിട്ടാണ്, റീച്ചിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാം. അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയുന്നത്, ഒരു കൊലയിലെ ചില തേങ്ങകൾ വറ്റി വരണ്ടു പോകും എന്ന് വെച്ചിട്ട് മറ്റു തേങ്ങകൾ കറിക്കും അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കും തേങ്ങാപ്പാലിനും അല്ലെങ്കിൽ ഒന്നിനും എടുക്കാൻ കൊള്ളില്ല എന്നുള്ളതല്ല അർത്ഥം. ആ കൊലയിൽ ഒരെണ്ണം മാത്രമേ ചീത്തയായിട്ടുള്ളൂ, അത് ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ സ്ത്രീകള് എല്ലാവരും ഇങ്ങനെയല്ല, ചിലരിങ്ങനെ പറയുന്നു, അതിനെതിരെ ഞങ്ങൾ സ്ത്രീകൾ തന്നെ സംസാരിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ കേസ് തന്നെ എടുക്കണം. അപ്പൊ ഇപ്പൊ ഫൈനലി ഒരു കേസിലോട്ട് വന്നിട്ടുണ്ട്, അതിന് തക്കതായ ശിക്ഷ ഈ കുട്ടിക്ക് കിട്ടട്ടെ. ഇതേപോലെ ഇനി റീച്ച് ആവാനോ ആ പാവം മനുഷ്യന്റെ കുടുംബത്തിന് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി മുന്നോട്ടും പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ അകത്തിടുക തന്നെ വേണം. അതിനകത്ത് സ്ത്രീ എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത്രയും വലിയൊരു ബുദ്ധി ആലോചിച്ചിട്ട് ഒരു പുരുഷന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീക്കെതിരെ ശക്തമായ നിയമം വരണം എന്നാണ് എന്റെ അഭിപ്രായം. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കമന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. ഇങ്ങനെ അനാവശ്യമായിട്ട് എന്തിനാണ് ചില സ്ത്രീകൾ പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കുന്നത്? അത് ഫ്രസ്ട്രേഷൻ ആണോ? എനിക്കറിയത്തില്ല. കഴിഞ്ഞ ലൈക്ക് സൊമാറ്റോ ഇഷ്യൂ, അതേപോലെ ഗ്രീഷ്മയ്ക്ക് ഇപ്പോഴും പടം വരച്ചുകൊണ്ടിരിക്കുക കോടതിയിൽ, ജയിലിൽ കിടന്നിട്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വ്യക്തമായ ലോ വരാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം.